ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം മുതൽ നാം വായിച്ചു തുടങ്ങുമ്പോൾ, ഞങ്ങൾ അധൈര്യരാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല, ഞങ്ങൾ അധൈര്യരാകുന്നില്ല. തുടർന്ന് പറയുകയാണ്, ഞങ്ങൾക്കുണ്ടാകുന്ന ക്ലേശങ്ങളെക്കാളും വലിയ ഒരു കാര്യത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ ക്ഷണികവും നിസ്സാരവുമാണ്. ദൃശ്യമായവ നശ്വരങ്ങളാണ്, അദൃശ്യമായവ അനശ്വരങ്ങളും. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും ആന്തരികമായ മനുഷ്യൻ അനുദിനം നവീകരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നവീകരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞങ്ങൾ അധൈര്യരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും ആന്തരികമായ മനുഷ്യൻ അനുദിനം നവീകരിക്കുന്നു. ബാഹ്യമായവയെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാലും നിന്റെ ഉള്ളിലെ ശക്തി, അല്ലെങ്കിൽ നിന്നെ തന്നെ നീ അനുദിനം നവീകരിച്ച് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ക്ഷണികവും നിസ്സാരമായ ക്ലേശങ്ങൾ വരുമ്പോൾ അത് ദൈവം നമ്മൾക്ക് വേണ്ടി മറ്റൊരു കാര്യത്തിന് വേണ്ടി നമ്മളെ ഉയർത്തുവാൻ വേണ്ടിയുള്ള സംഭരത്തിനായി ഒരുക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ്: അമേയമായ മഹത്വത്തിൻ്റെ നിതാതമായ ഗാംഭീര്യം കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ ക്ഷണികമായ ക്ലേശങ്ങളും സാരങ്ങളായ അല്ലെങ്കിൽ നിസ്സാരങ്ങളായ ചില പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ അത് അമേയമായ മഹത്വത്തിൻ്റെ, പ്രത്യേകം ശ്രദ്ധിക്കണം, അമേയമായ മഹത്വത്തിൻ്റെ നിതാന്തമായ ഗാംഭീര്യത്തിനായി അവിടുന്ന് ഒരുക്കുകയാണ്. ദൃശ്യമായവ നശ്വരങ്ങളും അനശ്വരമായവ, ദൃശ്യമല്ലാത്തവ അനശ്വരങ്ങളുമാണ്. അപ്പോൾ സ്വർഗരാജ്യത്തെ പ്രതി നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം നമുക്ക് വേണ്ടി പലതും ഒരുക്കി വെക്കുകയാണ്. ഈ ക്ലേശങ്ങളെല്ലാം നിസ്സാരമായി കാണുവാനും അതിലൂടെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതികൾ തിരിച്ചറിഞ്ഞ് അതിനെ പിൻചൊല്ലുവാനുള്ള ശക്തിയും അനുഗ്രഹവും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.